റോമാപുരം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ഇടവകയിലെ 300ഓളം കലാകാരന്മാർ അണിനിരന്നുകൊണ്ട് ഭാരതത്തിലെ പ്രഥമ അൽമായ വിശുദ്ധനായ വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ജീവിതത്തെ അധികരിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട കാറ്റാടിമലയിലെ വെള്ളി നക്ഷത്രം എന്ന നാടക ആവിഷ്കാരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്.
പ്രിയരെ, മണ്ണും രക്തവും കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഈ അസ്ഥികളെല്ലാം നിങ്ങൾ എടുക്കുവിൻ. ഇത് കാട്ടിലെ ചെന്നായ്ക്കൾക്ക് തിന്നാനുള്ളതല്ല. ജാതിയുടെയും മതത്തിന്റെയും കുലത്തിന്റെയും പേരുയർത്തിപ്പിടിച്ച് മനുഷ്യ മാംസത്തിന് വിലയിടുന്ന ഒരു ജനതയുടെ കൊടും ക്രൂരതയ്ക്ക് മുമ്പിൽ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ വിശ്വാസത്തിനും അറിഞ്ഞ സത്യത്തിന്റെ കെട്ടുറപ്പിനും വേണ്ടി തല ഉയർത്തി നെഞ്ചു വീഴ്ച നിന്ന ഒരു പോരാളിയുടെ ചേതനയേറ്റ ശരീരമാണ് ഇവിടെ ചിതറിക്കിടക്കുന്നത്. മനസാക്ഷി തൊട്ടു തീണ്ടാത്ത ദ്രോഹികൾ ഒരു പാവം മനുഷ്യനെ കൊന്നുകളഞ്ഞിരിക്കുന്നു. പ്രിയരെ, ചോര വാർന്നുകൊണ്ടിരിക്കുന്ന ഈ അസ്ഥികൾ കൈകളിലെടുക്കുന്ന നിങ്ങൾ പോലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഒരിക്കൽ ഈ രാജ്യം തന്നെ ഈ രക്തസാക്ഷിയുടെ പേരിൽ അറിയപ്പെടും. നമുക്കിത് കൊണ്ടുപോയി ദേവാലയത്തിൽ അടക്കം ചെയ്യണം. സ്വർഗത്തിൽ അനേകം വിശുദ്ധർക്കിടയിൽ വാടാത്തൊരു പൂവ് കൂടി ഇന്ന് വിരിഞ്ഞിരിക്കുന്നു. പിള്ള, ദേവസഹായം പിള്ള. മലയിൽ കനകതാരകം കനൽ വഴിയിൽ ഒളിവിതറും സ്നേഹദീപകം. കാറ്റാടി മലയിൽ കനകതാരകം കനൽ വഴിയിൽ ഒളിവിതറും സ്നേഹദീപകം. സത്യനായകൻ യേശുദേവനായി, സത്യനായകൻ യേശുദേവനായി ഉയിരു നൽകി ഉദിച്ചുയർന്ന രക്തനക്ഷത്രം. ദേവസഹായം ദേവസഹായം വേദസാക്ഷ്യതാരകം. ദേവസഹായം ദേവസഹായം ഇരുളിൽ കത്തും ദീപം പോൽ, സിരയിൽ നിറയും രുധിരം പോൽ. ഇരുളിൽ കത്തും ദീപം പോൽ, സിരയിൽ നിറയും രുധിരം പോൽ. വിശ്വാസത്തിൻ രണഭൂമികയിൽ ആവേശത്തിൻ അലകളുയർത്തും ദേവസഹായം ദേവസഹായം വേദസാക്ഷ്യതാരകം. ദേവസഹായം ദേവസഹായം രക്തനക്ഷത്രം. പ്രിയരെ, സവർണർ മതം മാറുന്നത് നിയമവിരുദ്ധമായിരുന്ന തിരുവിതാംകൂറിൽ രാജകോപത്തെ അവഗണിച്ചുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടി ധീര രക്തസാക്ഷിത്വം വരിച്ച ദേവസഹായം പിള്ളയുടെ ചരിത്രം ഒരു എഴുത്താണിയിലൂടെ എഴുതിത്തീരേണ്ടതല്ല. മറിച്ച് ക്രിസ്തുനാഥനെ സ്നേഹിക്കുന്ന, അവന്റെ വഴിയിലൂടെ ചരിക്കുന്ന നാം ഓരോരുത്തരും ദേവസഹായം പിള്ളയുടെ ജീവിതയാത്ര നമ്മുടെ ജീവിതത്തിൽ മാതൃയാക്കേണ്ടത് തന്നെയാണ്. സകല സൗഭാഗ്യങ്ങളും ത്യജിച്ചുകൊണ്ട് ഒരു അക്രൈസ്തവനായ ദേവസഹായം പിള്ള യേശുനാഥനെ അനുഗമിച്ചു. തനിക്ക് ലഭിച്ച ജ്ഞാനവും വിശ്വാസവും മറ്റുള്ളവർക്ക് ലഭിക്കാതെ പോവരുതേ എന്ന അദ്ദേഹത്തിന്റെ ആത്മദാഹം കത്തിജ്വലിച്ചപ്പോൾ വിശുദ്ധ പൗലോസിനെ പോലെ ശേഷിച്ച ജീവിതം ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായി ഇറങ്ങിത്തിരിച്ചു. ആ യാത്രയിൽ പലരും ക്രിസ്തുവിനെ അറിയാനിടയായി. അവർ ജ്ഞാനസ്നാനവും സ്വീകരിച്ചു. അന്ന് അന്ധവിശ്വാസത്തിൽ ആറാടിയിരുന്ന തിരുവിതാംകൂർ ദേവസഹായം പിള്ളയ്ക്ക് കാഴ്ചവെച്ച നിന്ദനങ്ങളും പരിഹാസങ്ങളും ചാട്ടവാറടിയും ജയിൽവാസവും എല്ലാം സന്തോഷത്തോടെ അദ്ദേഹം ഏറ്റുവാങ്ങി. എല്ലാറ്റിനുമൊടുവിൽ സർവശക്തന്റെ സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് ആ പുണ്യാത്മാവ് യാത്രയായി. 1712 ഏപ്രിൽ 23 കന്യാകുമാരി ജില്ലയിലെ നട്ടാലത്ത് ജനിച്ചു വളർന്നത് ലോകം ആദരിക്കുന്ന വിശുദ്ധിയുടെ പൂവായിരുന്നു എന്ന് ഏവരും അറിയുക. ദേവസഹായം പിള്ളയുടെ ജീവിതം എന്തായിരുന്നുവെന്ന് നാം ഓരോരുത്തരും അറിയേണ്ടത് തന്നെയാണ്. ഇതാ ഒരു ചെറിയ ആവിഷ്കാരത്തിലൂടെ
നിങ്ങളുടെ സുഹൃത്തുക്കളായ ഞങ്ങൾ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പാകപ്പെടുത്തിയ ഈ നാടക വിരുന്ന് നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുകയാണ്. നിറഞ്ഞ കയ്യടികളോടെ നിങ്ങൾ ഓരോരുത്തരും അത് സ്വീകരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്തു കൂട്ടിവായോ. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്തു കൂട്ടിവായോ. എന്നാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൻ പാടത്ത് വായോ. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്തു കൂട്ടിവായോ. വല്ലം നിറ വട്ടികൊണ്ട കുട്ടകൊണ്ട ഇല്ലം നിറ വല്ലം നിറ വട്ടികൊണ്ട കുട്ടകൊണ്ട. അല്ലിമലർ പെണ്ണാളെ ഇല്ലം നിറയ്ക്ക് വേല ചെയ്ത് വേർപ്പുകൊണ്ട് പാടം നനയ്ക്ക്. അങ്ങനെ വളരു 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 പുത്തഞ്ഞാറേ കുളിര് 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 കൊരണ പാടം. പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൻ പാടത്ത് വായോ. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്ത് കൂട്ടിവായോ. ഓണം വന്നേ ഓണം വന്നേ ഓടിവായോ കൂട്ടുകാരേ. ഓണം വന്നേ ഓണം വന്നേ ഓടിവായോ കൂട്ടുകാരേ. കാലത്തെ പൂക്കളത്തിൽ മാവേലി എത്തും, പാടിയാടി തുമ്പിതുള്ളാൻ കൂട്ടുകാരെത്തും. അങ്ങനെ വിടര് 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 ചിങ്ങപ്പൂവേ, തുടരു തുടരു തിന്തിനാട്ടം പെണ്ണേ. പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൻ പാടത്ത് വായോ. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്ത് കൂട്ടിവായോ. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്ത് കൂട്ടിവായോ. പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൻ പാടത്ത് വായോ. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്ത് കൂട്ടിവായോ. കതിര് 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 കൊണ്ടുവായോ, കറ്റ കെട്ടി കൊയ്ത് കൂട്ടിവായോ. ഒന്നങ്ങട്ട് അല്ലെങ്കിൽ ചവിട്ട് ചാത്ത വേണമെന്ന് വെച്ച് പണിയെടുക്ക്. തിന്നായിരുന്ന ഒരു പറയ്ക്കുള്ളത് തിന്ന് തീർക്കുമല്ലോ നീയെ. അമ്രാ തേവ് അല്പം കൂടിയ അപ്പുറത്തെ കണ്ടത്തിലേക്ക് വെള്ളം കയറും.
കൃഷി നശിക്കും. ആ കണ്ടം ഉണ്ണി നമ്പൂതിരിയുടെ അല്ലേ? അതെ. അയാളുടെ കൃഷി നശിച്ച ചാത്തനെന്താ? ഇനി ആ ഇല്ലത്തുണ്ടോ നിനക്ക് കുഴിയിൽ കഞ്ഞി? ഓ അയ്യോ ഇല്ല അമ്പ്ര. എന്നാ വായടച്ച് തമ്പ്രാൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് ചെയ്യാ. ഓ എന്താ നീ ആരാ? അമ്പ്ര, ഇത് വയറ്റാട്ടി അമ്മിണിയില്ലേ, അവളുടെ മകളാണ്. നിനക്കെന്താ ഇവിടെ കാര്യം പെണ്ണേ? അമ്മ പറഞ്ഞുട്ടാ അമ്രാനെ അറിയിക്കാൻ. എന്താ കാര്യം? അങ്ങോട്ട് പറയാ. അമ്രാന്റെ സഹോദരി ഞങ്ങളുടെ ദേവിക തമ്പുരാട്ടി പ്രസവിച്ചു. സത്യാണോ നീ പറയണേ? അതെ അമ്പ്ര, ദാ ആ ഉദിച്ചുയർന്നു നിൽക്കുന്ന സൂര്യനെ പോലെ ശോഭയുള്ള ഒരു ആൺകുഞ്ഞ്. ഓ ഭാഗ്യം, അവള് തറവാട് കാത്തു. ഒരു പെൺകുഞ്ഞ് പിറന്നിരുന്നുവെങ്കിൽ സർവ്വതും തീർന്നനെ. എല്ലാം ദേവിയുടെ അനുഗ്രഹമാണേ. അമ്മേ ദേവി മായേ. ശിരസിൽ കവർദം പോലെ ചുവന്ന് ചുരുണ്ട് കിടക്കുന്ന ചെറിയ മുടികളുടെ ജട, മൂന്നാം ഖണ്ഡിന്റെ നിഴൽ തെളിഞ്ഞ നെറ്റിത്തടം, പലതിനെയും ഭസ്മമാക്കാൻ കഴിവുള്ള അഗ്നി ഇവന്റെ നെറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്നു. പുതയ്ക്കാൻ ഇവൻ അമ്മ കൊടുത്തത് ആനത്തോല്. നെഞ്ചിൽ പൊന്തി നിൽക്കുന്ന അസ്ഥിക്ക് ആയുധമായ ത്രിശൂലത്തിന്റെ ആകൃതി. ദാ തൊഴുത്തിൽ ഇവനെ നോക്കി നിൽക്കുന്ന വെളുത്ത കാള, നീണ്ടു നിവർന്ന കഴുത്തിൽ നീല നിറത്തിന്റെ മറുക് ഈ നിലാവ് എനിക്ക് കാണിച്ചു തരുന്നു. ഈ ലക്ഷണങ്ങളെല്ലാം ഇവനിൽ നിറഞ്ഞതിനാൽ മരുതൻകുളങ്ങര നായർ തറവാടിന്റെ അനന്തരാവകാശിയായ ഇവൻ നീലകണ്ഠൻ പിള്ള എന്ന് വിളിക്കപ്പെടും. अम्बुजलोचन कम्बुशुभग्रीव अम्बुजलोचन कम्बुशुभग्रीव बिम्बाधर चन्द्रबिम्बानना गाङ्गेय नासाग्रे रत्नसुमौक्तिक गाङ्गेय नासाग्रे रत्नसुमौक्तिक माधव मामवदेव
വലതു മാറി ഇടതു വെട്ടി. കാളിദാസ, താൻ ഉയർത്തി വെട്ട്. നീലകണ്ഠ, വാൾ കീഴ്പോട്ട് പിടിച്ച് കഴുത്തിൽ ഇടതുകരം ചേർത്ത് അവനെ മലർത്തിയടിക്ക്. പോരാ, നീലകണ്ഠന്റെ അടിയേറ്റ് നിലത്ത് കിടക്കണ ആ ചക്കരേതാ? അയ്യോ, തിരുമേനിക്ക് അറിയില്ലേ? കൊട്ടാരത്തിലെ അനന്തൻ നമ്പൂതിരിയുടെ ഏക പുത്രനാണ് കാളിദാസൻ. ഓ പാവം, എന്ത് ചെയ്യാം? നീലകണ്ഠന്റെ അടിയേറ്റ് അവൻ മണ്ണ് തിന്നണത് കണ്ടോ? രാമൻപിള്ള ഇല്ലത്തേക്ക് തിരിച്ചില്ലേ? ഇല്ല, കുട്ടികളുടെ അഭ്യാസം കണ്ട് അങ്ങനെ നിന്നു. ഗുരുക്കൾ നീലകണ്ഠന്റെ പഠിത്തത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഈ കളരിയിലെ ഏറ്റവും മിടുക്കനായ കുട്ടിയാണ് നീലകണ്ഠൻ. ഇപ്പോൾ തന്നെ നീലകണ്ഠന് സംസ്കൃതം, ചെന്തമിഴ്, മലയാളം, ഇംഗ്ലീഷ് എന്നിവ എഴുതാനും വായിക്കാനും അറിയാം. ഉപനിഷത്തുക്കളും ശ്ലോകങ്ങളും എല്ലാം നന്നായി അറിയാം. പിന്നെ അടവുകളും ചുവടുകളും അവനെ കഴിഞ്ഞ് ഇവിടെ ആരുമുള്ളൂ. ദേവീപ്രസാദം നിറഞ്ഞൊരു കുട്ടിയാണ് നീലകണ്ഠൻ. ഓ, മനസ്സങ്ങോട്ട് നിറഞ്ഞു. ഇനി പോകാം. ഹൈ, വായും തുറന്നു നിൽക്കാണ്ട് അങ്ങോട്ട് നടക്കുക. ആവാന്നേ. ഈ മുറിവ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കീഴ്പ്പെടുത്തിയേനെ. ശരിയായിരിക്കാം, നീ മികച്ചവൻ തന്നെയാണ് കാളിദാസ. പക്ഷേ അത് ഗുരുക്കൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ എല്ലാവർക്കും നീലകണ്ഠനെ മതി. എല്ലാത്തിലും നീ തന്നെ ഒന്നാമത്. കാളിദാസ, പ്രശംസയ്ക്ക് വേണ്ടിയോ സമ്മാനങ്ങൾക്കോ വേണ്ടിയോ ഞാനൊന്നും ചെയ്യാറില്ല. പഠിച്ച പാഠങ്ങൾ അതേപടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുന്നു. അത്രയേ ഉള്ളൂ. എല്ലാം തരുന്നത് ഈശ്വരനാണ്. കാളിദാസ, വരൂ, ഗുരുക്കൾ അന്വേഷിക്കുന്നുണ്ടാവും. കണ്ടു കണ്ടു കൺകുളിർക്കാൻ മുത്തപ്പനെ തോഴേണം. എന്നുമെന്നും പറശ്ശിനി മുത്തപ്പനെ തോഴേണം. വളപട്ടണ പൂഴക്കരെ മുത്തപ്പനെ തോഴേണം. പുളിവെട്ടണ മോക്ഷം കിട്ടാൻ മുത്തപ്പനെ തോഴേണം. തിരുവപ്പന കണ്ടു തൊഴേണം, തിരുകൽപ്പന കേട്ടു തൊഴേണം. തിരുനെറ്റിക്കല്ലിൽ കണ്ടൊരു തിരുമൂർത്തിയെ തൊട്ടു തൊഴേണം. ജടമുടിയിടയിലെ ശശികല തൊഴേണം. ശശികലയണിയുന്ന വെള്ളാട്ടത്തെ തൊഴേണം. മൗലിയിങ്കൽ മത്സ്യാകാര മകുടത്തെ അണിയുന്ന തിരുവപ്പന കണ്ടു തൊഴേണം, തിരുകൽപ്പന കേട്ടു തൊഴേണം. തിരുനെറ്റിക്കല്ലിൽ കണ്ടൊരു തിരുമൂർത്തിയെ തൊട്ടു തൊഴേണം. കണ്ടു കണ്ടു കൺകുളിർക്കാൻ മുത്തപ്പനെ തൊഴേണം. കാലമെത്ര കഴിഞ്ഞാലും കനീവിന്റെ മൂകില നോവിൻ ചൂടിൽ പേരിറങ്ങും മുത്തപ്പനെ തൊഴേണം. പല നാളായി തീരാ പ്രശ്ന പരിഹാരം കാട്ടുന്ന
പറശ്ശിനി കടവിലെ മുത്തപ്പനെ തൊഴേണം. കണ്ടു കണ്ടു കൺകുളിർക്കാൻ മുത്തപ്പനെ തൊഴേണം. കരിപൂലി കടുവകൾ ഇവ തിങ്ങി നിറയും. അവതാരമായ തിരുമുത്തപ്പനെ തൊഴേണം. തിരുവപ്പന കണ്ടു തൊഴേണം, തിരുകൽപ്പന കേട്ടു തൊഴേണം. തിരുനെറ്റിക്കല്ലിൽ കണ്ടൊരു തിരുമൂർത്തിയെ തൊട്ടു തൊഴേണം. കണ്ടു കണ്ടു കൺകുളിർക്കാൻ മുത്തപ്പനെ തൊഴേണം. എന്നുമെന്നും പറശ്ശിനി മുത്തപ്പനെ തൊഴേണം. നോക്കൂ, കാളിദാസന്റെ കാര്യത്തിൽ അങ്ങ് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? പഠനമെല്ലാം പൂർത്തിയാക്കിയ അവൻ ഒരു തൊഴിലിനും പോകാതെ മട്ടുപ്പാവിലിരുന്ന് അങ്ങയുടെ അനിയന്റെ മക്കളുടെ കൂടെ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനു വേണ്ടിയാണോ അങ്ങ് ഇത്രയും അവനെ പഠിപ്പിച്ചത്? ലക്ഷ്മി, അവനെക്കുറിച്ച് എനിക്കൊരു ചിന്തയുമില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത്? നമ്മുടെ കൊട്ടാരത്തിൽ ഒരു കണക്കുപിള്ളയുടെ വലിയ സ്ഥാനം ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതാണ് എൻ്റെ ലക്ഷ്യം. ആ ഇരിപ്പിടത്തിൽ കാളിദാസൻ വന്നു ചേരണം. തക്ക സമയം വരുമ്പോൾ ഞാൻ തന്നെ രാജാവിനും സഭയ്ക്ക് മുമ്പിൽ കാളിദാസന്റെ പേര് നിർദ്ദേശിക്കും. അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ. ഈശ്വര, ഖജനാവിലെ കണക്കിൽപ്പെടാത്ത പണമെല്ലാം എന്റെ മകൾ കാളിദാസന് സ്വന്തം. അച്ഛാ, അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ആ ഉദ്യോഗം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഏറെ സന്തോഷവാനായിരിക്കും. അത് നിനക്ക് തന്നെ ലഭിക്കും കാളിദാസ. ഈ പ്രായത്തിൽ നിന്റെ അത്രയും അറിവും കഴിവുമുള്ള വേറെ ആരുണ്ട് ഈ രാജ്യത്ത്? ഉണ്ട് തമ്പുരാനെ, അങ്ങനെ ഒരുവനുണ്ട്. ഭക്തിയും എളിമയും അറിവും കഴിവും അഭ്യാസവും എന്നുവേണ്ട എല്ലാത്തിലും പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരുവൻ. ആരാണ് മഹാൻ? തെക്കൻ തിരുവിതാംകൂറിലെ നട്ടാലം ഗ്രാമത്തിൽ മരുതുംകുളങ്ങര വാസുദേവൻ നമ്പൂതിരിയുടെ മകൻ നീലകണ്ഠൻ. ശരിയാ തിരുമേനി, നോൻ കേട്ടിരിക്കണു ആ വിദ്വാനെ കുറിച്ച്. നീലകണ്ഠന്റെ അമ്മ ദേവകിയുടെ മേപ്പോട്ട് തറവാടുമായി അടുത്ത ബന്ധണ്ടേ. അവിടെ നിന്നാണ് നോൻ വേളി കഴിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വിദ്വാനെ നോൻ നേരി കണ്ടിട്ടില്ല. എന്തിനാണ് നോം ഇത്രമാത്രം പറഞ്ഞു കൂട്ടുന്നത്? ആ വിദ്വാനെ നല്ല രീതിയിൽ അറിയുന്ന ആളല്ലേ ഈ നിൽക്കുന്നത്. ആരെ? ഈ അനന്ത നമ്പൂതിരിയാണോ? അല്ല, കാളിദാസൻ. അവർ ഒരുമിച്ചായിരുന്നു കളരിയിൽ. ഓ, എങ്കിൽ കാളിദാസൻ പറയൂ അയാളെക്കുറിച്ച്. അതേ തിരുമേനി, കളരിയിൽ വിദ്യാഭ്യാസത്തിലും അഭ്യാസത്തിലും നീലകണ്ഠൻ തന്നെയായിരുന്നു ഒന്നാമത്. അപ്പോൾ താൻ എന്തിനായിരുന്നു അവിടെ പോയിരുന്നത്? പഠിക്കാൻ തന്നെയല്ലേ, അതോ മാവിൽ കല്ലെറിയാനോ? നീലകണ്ഠനോട് ഇത്തണം വരെ ഒന്ന് വരാൻ പറയാ. വൈകിക്കണ്ട, പെട്ടെന്നായിക്കോട്ടെ.
ഭാർഗവി, നീ എന്താണ് ചെയ്യുന്നത്? കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് വേളി കഴിച്ചവന്റെ കാൽ ആദ്യരാത്രിയിൽ കഴുകിത്തുടച്ചാൽ മോക്ഷം ലഭിക്കുമെന്നാണ് പൂർവികർ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ചെയ്യുന്നു. അത്രേ ഉള്ളൂ തിരുമേനി. നല്ലത്. ഈശ്വരവിശ്വാസവും ആചാരങ്ങളും പൂജകളും ഒന്നും തന്നെ നടത്താതിരിക്കരുത്. ഈശ്വരകോപം ഉണ്ടാവും, കുലം നശിച്ചു പോകും. ഭാർഗവി, എഴുന്നേൽക്കുക. എന്റെ കാൽക്കീഴിലല്ല നിന്റെ സ്ഥാനം. എന്റെ ഒപ്പം തന്നെ നിന്നെ ഇരുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിരുമേനി, അങ്ങ് വലിയ അറിവുള്ളവനാണ്. എന്റെ ഭാഗ്യമാണ് അങ്ങേ എനിക്ക് ലഭിച്ചത്. മരണം വരെയും അങ്ങ് പറയുന്നതെന്തും അനുസരിച്ച് ഞാൻ കഴിഞ്ഞോളാം. സന്തോഷം. എന്നാൽ നീ കൂടുതൽ അനുസരിക്കേണ്ടത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഓരോ പ്രതിഷ്ഠകളെയുമാണ്. അവർക്കുള്ളത് വീതം വെച്ച് ഈ ഇല്ലത്ത് ആരും ഭക്ഷിക്കാറുള്ളൂ. നീയും അങ്ങനെ തന്നെ ചെയ്യുക. മോനെ നീലകണ്ഠ, ഉറങ്ങിയോ നീ? ഇല്ല അമ്മേ, പറഞ്ഞോളാ. നിന്നെ അമ്മാവൻ അന്വേഷിക്കണു. അകത്തളം വരെ ഒന്ന് വരിക. ഓ, ദാ വരണു. ഭാർഗവി, ഉറങ്ങിക്കോളൂ. ഈ വിളക്കിലെ എണ്ണ തീർന്നാലും അങ്ങ് വരാതെ ഞാൻ ഉറങ്ങില്ല. എന്താ അമ്മാവ, എന്നെ അന്വേഷിച്ചുവെന്ന് അമ്മ പറഞ്ഞു. അന്വേഷിച്ചു. ഇവർ വന്നിരിക്കുന്നത് കൊട്ടാരത്തിൽ നിന്നാണ് നിന്നെ കാണാൻ. എന്താ കാര്യം ഇയാൾ തന്നെ അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കുക. എന്താ നീലകണ്ഠ അതിൽ എഴുതിയിരിക്കണത്? അമ്മേ, രാജാവ് നേരിട്ട് മുഖം കാണിക്കാൻ കൽപ്പിച്ചിരിക്കുകയാണ്. അമ്മാവ, കൊട്ടാരത്തിന്റെ കണക്ക് പിള്ളയായി എന്നെ നിയമിച്ചിരിക്കുന്നു. അതിന്റെ അറിയിപ്പും കൂടിയാണിത്. മാത്രവുമല്ല, പത്മനാഭപുരം നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിന്റെ മേലാധികാരിയായി ഉദയഗിരിയിൽ ഒരു കോട്ട പണിത് ഉയർത്തുവാനും തൊഴിലാളികൾക്കും പട്ടാള ഉദ്യോഗസ്ഥർക്കും മാസശമ്പളം കൊടുക്കുന്നതും എന്റെ ഈ ജോലിയുടെ ഭാഗമാണ്. വലിയ ഭാരപ്പെട്ട ജോലി തന്നെയാണ് അമ്മാവ എന്നെ മഹാരാജാവ് ഏൽപ്പിക്കുന്നത്. സന്തോഷമായി. നീലകണ്ഠ, ദേവിയുടെ അനുഗ്രഹം വരുന്നത് കണ്ടോ നീയെ? കുലദൈവങ്ങൾ തലയ്ക്ക് മീതെ അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുകയാണ്. എല്ലാം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഈ അമ്മാവ് നിർത്താതെ നടത്തുന്ന പൂജകളുടെയും വേലകളുടെയും അന്നദാനത്തിന്റെയും ഫലമാണ്. അറിയാമാവ. നീലകണ്ഠ, ഈ ഇല്ലത്ത് വന്നു കയറിയ ഭാർഗവിയിലും ഒരനുഗ്രഹമുണ്ട്. തിരുമേനി പോയിക്കൊള്ളുക. ഞാൻ അടുത്ത ദിവസം തന്നെ കൊട്ടാരത്തിലെത്തിയേക്കാം. ഓ, ശരി തമ്പുരാനെ. കൊല്ലി മലയിന്ന് ആദിച്ച നല്ല ചമ്പൂതം വരുന്നേടി. കാളത്തല വെട്ടി ആളും തല വെട്ടി, മുളതുള്ളി മുളതുള്ളി കണ്ണിക്കൂടം വെട്ടി.
സായിപ്പേ, നിങ്ങളെയും നിങ്ങളുടെ കൂട്ടാളികളെയും വധിക്കുക എന്നത് ഞങ്ങളുടെ പടയാളികൾക്ക് എളുപ്പം കഴിയുന്ന ഒന്നാണ്. പക്ഷേ അവരത് ചെയ്യില്ല. മഹാരാജാവിന് നിങ്ങളോടെന്തോ ദയ തോന്നിയിരിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. തമ്പുരാൻ ഈ സഭയ്ക്ക് മുമ്പിൽ അത് തുറന്നു പറയും എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ. പ്രിയരെ, ഇവരോട് ഞാൻ കാണിക്കുന്നത് കരുണയോ ദയയോ അല്ല. ശത്രു എന്നും ശത്രു തന്നെയാണ്. അവൻ മിത്രമായി വന്നാലും ഭയക്കണം. എന്നാൽ എനിക്കിവരിൽ മറ്റൊരു ലക്ഷ്യമാണുള്ളത്. എന്താണത്? അങ്ങ് തുറന്നു പറയുക. നമ്മുടെ രാജ്യം ആരുടെ മുമ്പിലും കീഴ്പ്പെടാതെ തല ഉയർത്തി നിൽക്കണം. ഞാനും എൻ്റെ പൂർവികരും ജനിച്ചു വീണ മണ്ണാണിത്. എൻ്റെ മരണം വരെയും പറങ്കിപ്പട ഈ മണ്ണിൽ കാലുകുത്താൻ പാടുള്ളതല്ല. ഡിലനോയ്, ഞാൻ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. പകരം എന്റെ സേനയെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എന്റെ സൈന്യത്തെ കൂടുതൽ ശക്തരാക്കണം. How can I help you? അങ്ങയുടെ സൈന്യം ഇപ്പോൾ തന്നെ വളരെ ശക്തമാണ്. അതുകൊണ്ടാണല്ലോ അങ്ങയുടെ കാൽച്ചുവട്ടിൽ ഞാനും എൻ്റെ കൂട്ടാളികളും തലക്കുന്നിച്ചു നിൽക്കുന്നത്. ആൾബലം കൊണ്ടും മനക്കരുത്തുകൊണ്ടും അവർ ശക്തരാണ്. വാളും പരിചയമെല്ലാം അവർക്ക് വെറും പുഷ്പങ്ങൾ മാത്രം. പക്ഷേ പീരങ്കികൾ, വെടിക്കോപ്പുകൾ എല്ലാം അവരെ കീഴ്പ്പെടുത്തും. അതിനാൽ സായിപ്പേ, അതെന്താണെന്ന് എൻ്റെ സൈന്യം അറിയണം. അതെല്ലാം ഉപയോഗിക്കാൻ അവരെ താങ്കൾ അഭ്യസിപ്പിക്കണം. താങ്ക് ഗോഡ്, എനിക്കൊരു പുതിയ ജീവൻ അങ്ങ് നൽകിയിരിക്കുന്നു. സർ, ഞാനും എൻ്റെ കൂട്ടാളികളും അങ്ങയുടെ സൈന്യത്തെ ശക്തരാക്കും. ഇന്നു മുതൽ തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ പടത്തലവനായി താങ്കളെ ഞാൻ നിയോഗിക്കുന്നു. നിങ്ങളുടെ യുദ്ധ നൈപുണ്യവും യുദ്ധതന്ത്രവും ഇനി തിരുവിതാംകൂറിന് സ്വന്തം. ഇന്നു മുതൽ താങ്കൾ ഈ ദേശത്തിന്റെ വലിയ കപ്പിത്താൻ എന്നുകൂടി അറിയപ്പെടും. ഡിലനോയ്, ഇത് നീലകണ്ഠം പിള്ള. യുദ്ധസാമഗ്രികളുടെ നിർമ്മാണത്തിനായി താങ്കൾക്കാവശ്യമായ പണം ചോദിച്ചു വാങ്ങാം. പിന്നെ പിള്ള നല്ലൊരു യോദ്ധാവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ സായിപ്പിന് എന്താവശ്യത്തിനും പിള്ളയെ സമീപിക്കാം. താങ്ക് യു സർ. ഹോ, അങ്ങയുടെ ബുദ്ധിശക്തി അപാരം തന്നെ. പുകഴ്ത്തുവാക്കുകളിൽ തൽപരനല്ല നോമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തണോ പ്രിയരെ? മഹാരാജാവ് എടുത്ത തീരുമാനം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? ഈ ഡിലനോയ് മറ്റൊരു രാജ്യക്കാരനാണ്. ഈ രാജ്യത്തിന്റെ ശക്തിയും ബലവും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഡിലനോയ് അവന്റെ രാജ്യത്തിന് നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കില്ല എന്നുണ്ടോ? നമ്മുടെ ഈശ്വരവിശ്വാസമല്ല അവരുടേത്. അതിനാൽ തന്നെ നമ്മൾ അനന്തമായി അവരെ വിശ്വസിക്കാൻ പാടുള്ളതല്ല. ഏതൊരു വെള്ളക്കാരൻ ദൈവമാണ് അവരുടെ കൂടെയുള്ളത്. ആയുധങ്ങൾ പോലും ഇല്ലാത്തൊരു ദൈവം. ആയുധങ്ങളില്ലാത്തൊരു ദൈവം എങ്ങനെ അവരെ രക്ഷിക്കാനാണ്? മണ്ടന്മാർ. കുറെ പാണ്ഡുരോഗം വന്ന പോലെ നിറമുണ്ട് എന്നല്ലാതെ ബുദ്ധി തീരെ ഇല്ല, അല്ലേ അച്ഛാ? പക്ഷേ കാളിദാസ, ആ നീലകണ്ഠൻ നിന്റെ സുഹൃത്തല്ലേ? സഭയിൽ വെച്ച് നിന്നെ കണ്ട ഭാവം പോലും അവൻ നടിക്കുന്നില്ലല്ലോ. തമ്പുരാന്റെ ഹൃദയ സൂക്ഷിപ്പുകാരൻ കൂടിയല്ലേ ഇപ്പോ. അതിന്റെ അഹങ്കാരമായിരിക്കും. ഇന്നലെ കയറി വന്നവൻ കൊട്ടാരത്തിൽ ആളായി മാറുന്നു. എനിക്കിതൊന്നും സഹിക്കുന്നില്ല അച്ഛാ. ദുഃഖിക്കരുത്, തക്ക സമയം വരും. ആയുധമെടുക്കാതെ തന്നെ കൊല്ലാൻ പഠിക്കണം. അതിന് ബുദ്ധി ഉപയോഗിക്കണം. വഴി കുലദൈവങ്ങൾ കാണിച്ചു തരും.
ഒന്ന് പുറത്തേക്ക് വരുമോ? ഒന്ന് പുറത്തേക്ക് വരുമോ? എന്താ അങ്ങോട്ട് മാറി നിൽക്ക. എന്നൊരു കാര്യം പറയാ. കൊലച്ച വാഴകളെല്ലാം നിലം പതിച്ചു. പറമ്പിലെ തെങ്ങുകൾ വീണ് കിടക്കുന്നത് കണ്ട സഹിക്കില്ല. 3 ആള് പൊക്കത്തിലാണ് നെല്ല് വിളഞ്ഞ കട്ടത്തിൽ വെള്ളം കയറിക്കിടന്നു. എല്ലാം തകർന്നു തമ്പ്രാ, തകർന്നു തമ്പ്രാ. അമ്പ്ര, ഈ കാറ്റിന്റെ ശക്തിയിൽ നമ്മുടെ തൊഴുത്ത് നിലപതിച്ച് ചോരമാർന്ന് നിലത്ത് ചത്തു കിടക്കുന്ന അങ്ങയുടെ കന്നുകാലികളെ ഞാൻ എന്ത് ചെയ്യണം അമ്പ്ര? അമ്മേ, മുത്തശ്ശി വിളിച്ചിട്ട് കണ്ണു തുറക്കണില്ല. എന്താ നീ കേക്കണേ? അമ്മേ, ദേവി! കുലദൈവങ്ങൾ കോപിച്ചിരിക്കുന്നു. എന്ത് അപരാധാണ് ഈശ്വരന്മാരെ അങ്ങയുടെ ഭക്തരായ ഞങ്ങൾ നിന്നോട് ചെയ്തത്? ഇല്ലവും പറമ്പും വിറ്റായാലും പൂജകളും വേലകളും അന്നദാനവും ചെയ്തിരിക്കും. അങ്ങയുടെ ഉഗ്രകോപം ശമിക്കണേ ഈശ്വര. Focus your aim and press your trigger. നമ്മുടെ കൈവശം വളരെ കുറച്ച് വെടിമരുന്നാണ് ഉള്ളത്. അതെന്താ സായിപ്പേ, സാമഗ്രികൾക്കുള്ള എല്ലാ പണവും നിങ്ങൾ വാങ്ങി എന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. സോറി ഡിയർ, കഴിഞ്ഞ ഒരാഴ്ചയായി പെയ്ത റെയിൻ നിങ്ങൾ കണ്ടതാണല്ലോ. ഇന്നാണ് ആ റെയിൻ അല്പമെങ്കിലും ശമനം കാണുന്നത്. കാപ്പാട് പോയി ചരക്കെടുത്തു കൊണ്ടുവരാൻ അയച്ചിട്ടുള്ള വള്ളങ്ങൾ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. I am also waiting for them. അവർ എത്തിയാൽ പരിശീലനത്തിനുള്ള മരുന്ന് നമ്മുടെ കൈവശം ഉണ്ടാകും. Please wait for that, my friend. ഓ, നിങ്ങൾ എന്തീ കാണിക്കുന്നത്? Sorry brother, ഞാൻ ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അങ്ങയുടെ അച്ഛൻ തിരുമേനിയുടെ തലയ്ക്ക് വെടിയേറ്റാണ്. സായിപ്പിന് ആയുധാഭ്യാസം നന്നായി അറിയാം. അതിലേറെ എളിമയും. പറങ്കികളിലും ചില നല്ല മനുഷ്യരുണ്ടെന്ന് മനസ്സിലാകുന്നു. അതെ അതെ. Don't play with that. It's not a toy. ആഹാ, ഇത് കൊള്ളാലോ. നിങ്ങൾക്ക് പുറകിലും കണ്ണുണ്ടോ? ഒരിക്കലുമല്ല. പക്ഷേ ചുറ്റുമുള്ളത് മനസ്സിൽ കാണിച്ചു തരുന്ന ദൈവമുണ്ട് എൻ്റെ കൂടെ. ജീസസ് ലോകരക്ഷയ്ക്ക് വേണ്ടി സകല മനുഷ്യർക്കും വേണ്ടി കുരിശിലേറിയ ദൈവപുത്രനാണ് അങ്ങയുടെ കൈകളിൽ ഇരിക്കുന്നത്. ക്ഷമിക്കൂ സുഹൃത്തെ, ഞാൻ അങ്ങേക്ക് തന്ന പണത്തിന്റെ കണക്കുകളാണ്. ഇത് വായിച്ചു നോക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം ഒപ്പിട്ടു തരണം. No need to read this, Nilakandan. I know you are very well. Everything will be perfect. അതല്ല സുഹൃത്തെ, പണത്തിന്റെ കാര്യമാണ്. എല്ലാത്തിനും വളരെ വ്യക്തത ഉണ്ടാവണം. ബന്ധങ്ങളും സൗഹൃദങ്ങളും ഇല്ലാതാക്കുന്ന ഒരു ചതിയനാണ് പണം. അതുകൊണ്ട് അമിതമായി ആരെയും വിശ്വസിക്കേണ്ട, എന്നെ പോലും. നിങ്ങളെ വിശ്വസിക്കേണ്ട എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ ഈ കൊട്ടാരത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളേ ഉള്ളൂ. അത് എൻ്റെ സുഹൃത്തായ നിങ്ങളാണ്. Why you look so depressed?
എന്റെ പ്രവർത്തികളോ വാക്കുകളോ നിങ്ങളെ വേദനിപ്പിച്ചോ? എന്താണെങ്കിലും തുറന്നു പറയൂ. Come on, നീലകണ്ഠൻ, tell me. ഏയ്, ഒന്നുമില്ല. പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുപോലെ എപ്പോഴും പുഞ്ചിരിച്ചു നിൽക്കാൻ കഴിയുന്നത്? അങ്ങയുടെ കുടുംബത്തെ അങ്ങ് കണ്ടിട്ട് എത്രയോ നാളായിരിക്കുന്നു. അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അങ്ങേക്കറിയില്ല. എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ഒരു അടിമ മാത്രമല്ലേ ഈ കൊട്ടാരത്തിൽ നിങ്ങൾ? എനിക്ക് എന്തോ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാം അറിയുന്ന അങ്ങയുടെ മനസ്സിനെ കുറിച്ച്. നഷ്ടമായത് എന്നും നഷ്ടം തന്നെയാ. ഒരു ധനികനായി ജനിച്ചു വളർന്നവനാണ് ഞാൻ. എല്ലാം ഈശ്വരന്റെ അനുഗ്രഹമായിരുന്നു. ഇപ്പോ ഉറങ്ങാൻ ഒരു ഇല്ലം മാത്രമുണ്ട് ബാക്കി. എല്ലാം നഷ്ടപ്പെട്ടു. ഈ ജോലിയുള്ളതുകൊണ്ട് വീട്ടിലുള്ളവർ അത്താഴ പ്രശ്നി കിടക്കുന്നില്ല എന്ന് മാത്രം. എല്ലാം ഈശ്വരകോപമാണ്. തലയ്ക്ക് മീതെ ദേവീശാപവും. ഈ കൊട്ടാരത്തിലെ പായസവും അമൃതവും മാസത്തിൽ ലഭിക്കുന്ന ശമ്പളവും ആണ് എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? My country and my family is very important to me. പക്ഷെ ഇതെല്ലാം എനിക്ക് തന്നത് എൻ്റെ ദൈവമാണ്. ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിന് ഭയപ്പെടണം? ഞാൻ എന്തിന് ദുഃഖിക്കണം? Well, my God will protect my family. എല്ലാം നിങ്ങൾക്ക് തരുന്ന ദൈവത്തിനെ നിങ്ങൾ തിരിച്ചും തൃപ്തിപ്പെടുത്തണമല്ലോ. അങ്ങൊരു പൂജയോ വേലകളോ അന്നദാനമോ നടത്തുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങളുടെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും? ശപിക്കല്ലേ ചെയ്യുള്ളൂ. തലക്കു നേരെ ആയുധമെടുത്ത് നിൽക്കുന്നവനല്ല ദൈവം. ദൈവം സ്നേഹമാണ്. നിന്റെ ബലിയേക്കാൾ കൂടുതൽ സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞവനാണ് എൻ്റെ ദൈവം. നീലകണ്ഠന്റെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അങ്ങ് ഇത് വായിക്കണം. സായിപ്പ് തിരക്കിലാണോ? No, tell me. ആ നീലകണ്ഠൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടു. Yes, ചിലവായ കണക്കുകൾ എന്നെ ബോധ്യപ്പെടുത്താൻ എത്തിയതാണ്. ഞാൻ അതിൽ സൈൻ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. നീലകണ്ഠൻ കണക്കിൽ തിരിമറി നടത്തുന്നു എന്നൊരു ശ്രുതി കൊട്ടാരത്തിൽ പരക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു സായിപ്പേ? ആ പറച്ചിലുകളിൽ വല്ല സത്യവുമുണ്ടോ? അങ്ങനെയുള്ള പറച്ചിൽ തന്നെ സത്യമാണോ എന്ന ഡൗട്ട് എനിക്കുണ്ട്. ബുദ്ധിമാനാണ്. നോമ്പറഞ്ഞ നുണ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങൾ എനിക്കു ചേർന്നവൻ തന്നെ. ബുദ്ധിമാൻ. അതുകൊണ്ട് വളച്ചുകെട്ടില്ലാതെ ഞാനൊരു കാര്യം പറയാം. അടുത്ത സഭായോഗത്തിൽ രാജാവിന് മുമ്പിൽ നിന്നുകൊണ്ട് നീലകണ്ഠനെ പറ്റി കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ ആ നുണ ഒന്നുകൂടി അവിടെ ഞാൻ ആവർത്തിക്കും. അപ്പോൾ അങ്ങ് ഉറച്ച സ്വരത്തിൽ, കാളിദാസ, എന്താ ഇപ്പോ അത് ഇംഗ്ലീഷിൽ പറയാ? Yes, that's right. I have the same doubt. സെയിം ഡൗട്ട്. അതങ്ങട് പറയാ. നീലകണ്ഠനെ നമ്മൾ ഇരിപ്പിടത്തിൽ നിന്ന് താഴേക്ക് ഇറക്കുന്നു. ഈ കാളിദാസനെ പിടിച്ച് അവിടേക്ക് കയറ്റിയിരുത്തുന്നു. സായിപ്പിന് സാമ്പത്തികമായി ഗുണമുള്ള കാര്യമാണ്. എന്താ, ശരിയല്ലേ? I will tell you a better option. അതെന്താ അത്? പറയാ.
ഇതിനേക്കാൾ നല്ലൊരു ബുദ്ധിയാണെങ്കിൽ അത് നോമ്പിന് കേൾക്കണം. പറയാ. മഹാരാജാവിനെ ഇരിപ്പിടത്തിൽ നിന്ന് ഇറക്കി ഈ മകനെ അങ്ങ് കയറ്റിയിരുത്തിയാൽ പോരെ. ഓ, ഭയങ്കരം തന്നെ. നല്ല അറിവുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഒന്ന് ആലോചിച്ചുകൂടെ അച്ഛാ? നീ മണ്ടനാണെന്ന് കൂടുതൽ കൂടുതൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാളിദാസ. ആണോ? ഉച്ചഭക്ഷണത്തിന് നേരായെന്ന് തോന്നണു. ശരിയാ, വയറ് ചിഹ്നം വിളിച്ചു തുടങ്ങി. വേഗം പോകാം, ഇന്ന് പാലടയാണ് അച്ഛാ. ഓ ഭഗവാനെ, ഇവനെ നോം എന്താ ചെയ്യാ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധേ നിന്നകന്നുവോ? ബാബേൽ ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധേ നിന്നകന്നുവോ? വ്യഭിചാരിണിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാനാണ് മോശയുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. നീ എന്താണ് തറയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്? പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ. എന്തെന്നാൽ വിധിക്കുന്ന നിങ്ങളും അതേ പാപം തന്നെ ചെയ്യുന്നു. സ്ത്രീയെ, മേലിൽ പാപം ചെയ്യരുത്. സോദര സ്നേഹം മറന്നോ? സോദോം ഗമോറ ഉണർന്നോ? സോദര സ്നേഹം മറന്നോ? സോദോം ഗമോറ ഉണർന്നോ? അഹന്തതൻ പടവുകൾ കടന്നോ? ഞാനെന്ന ഭാവത്തിൽ മതി മറന്നോ? അഹന്തതൻ പടവുകൾ കടന്നോ? ഞാനെന്ന ഭാവത്തിൽ മതി മറന്നോ? രക്ഷകനരികിൽ തിരിച്ചു വരൂ, മാനസാന്തര വഴിയിൽ ദൈവപിതാവിനരികിൽ. എന്തെങ്കിലും തരണേ, കാഴ്ചയില്ലാത്തവനാണ്. കണ്ണുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടില്ലായിരുന്നു. എന്തെങ്കിലും തരണേ. ഇയാൾ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എനിക്കിപ്പോ എല്ലാം കാണാം, എനിക്കെല്ലാം കാണാം. എനിക്ക് കാഴ്ച ലഭിച്ചു, എനിക്കിപ്പോ എല്ലാം കാണാം. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. എനിക്കിപ്പോ എല്ലാം കാണാം. സ്നേഹത്തിൻ ഭാഷ നീ മറന്നോ? ഹൃദയത്തിൽ അന്ധത നിറഞ്ഞോ? സ്നേഹത്തിൻ ഭാഷ നീ മറന്നോ? നിന്റെ ഹൃദയത്തിൽ അന്ധത നിറഞ്ഞോ? ജീവിത ബന്ധങ്ങൾ ഉലഞ്ഞോ? നീറും നിരാശയിൽ തളർന്നോ?
എന്നരികിൽ തിരിച്ചു വരൂ, പുതിയൊരു ജീവിതം നേടാൻ, രക്ഷതൻ പൂർണ്ണത നേടാൻ. പിതാവേ, ഞാൻ എന്നെ തന്നെ അങ്ങിലേക്ക് സമർപ്പിക്കുന്നു. ഗുരു. യൂദാസ്, നീ ചുംബനം കൊണ്ട് എന്നെ ഒറ്റിക്കൊടുക്കുന്നുവോ? പിടിച്ചു കെട്ടവനെ, ഇവനാണ് ക്രിസ്തു. ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ? തിരുസന്നിധേ നിന്നകന്നുവോ? യേശുവേ, ഞാനും ഒരു അന്ധനായിരുന്നു, ഇന്നെനിക്ക് കാഴ്ച ലഭിച്ചിരിക്കുന്നു. ഈ കാഴ്ചയുടെ ശക്തി ലോകം മുഴുവൻ ഞാൻ വിളിച്ചു പറയും. നന്ദി ദൈവമേ, നന്ദി. അമ്മേ, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. കരുതുള്ളി നിൽക്കും അമ്മേ. ശപിക്കരുത്, പാപ്പു തരണം. പ്രതിവിധികൾ ചെയ്തോളാം, പൂജയും ചെയ്തോളാം. അമ്മേ, ക്ഷമിക്കൂ. ഗോപിച്ചാലേ, അമ്മ എങ്ങനെയാ എന്നെ വീണ്ടും ഇങ്ങോട്ട് വർത്തിക്കരുത്, എന്നെ ഇങ്ങോട്ട് വർത്തിക്കരുത്. എല്ലാം കത്തിച്ച ഭസ്മാക്കും ഞാന്. അമ്മേ, ദേവിയേ, അമ്മേ, മായേ, മാപ്പാക്കണം. അമ്മേ, അമ്മേ ദേവിയേ, അമ്മ മായേ, അമ്മേ. ചിലമ്പണിഞ്ഞ കാളിയമ്മേ, കൊടുങ്കാളിയമ്മേ, ഇടം കയ്യിൽ ശിരസ്സുമായി വാഴുമമ്മേ, കാളിയമ്മേ, വാലിട്ട് കണ്ണെഴുതും ദേവിയമ്മേ, കൊടുങ്കാളിയമ്മേ, കൊടുങ്ങല്ലൂരിൻ കാവിലായി വാഴുമമ്മേ, കാളിയമ്മേ, കനകവയിൽ ചേല ചെട്ടിയാടുമമ്മേ, കാളിയമ്മേ, കർപ്പൂര കൺതുറന്നു കാണുമമ്മേ, കാളിയമ്മേ, മാനസത്തിൽ മണിവിളക്കായി തെളിയുമമ്മേ, ചിലമ്പണിഞ്ഞ കാളിയമ്മേ, കൊടുങ്കാളിയമ്മേ, കയ്യിൽ ശിരസ്സുമായി വാഴുമമ്മേ, അമ്മേ കാളിയമ്മേ. തിങ്കൾ തിടമ്പിനൊത്ത ചന്തമമ്മേ, കൊടുങ്കാളിയമ്മേ, നിന്റെ തങ്ക തിരുവുടലിൽ കൈതൊഴുന്നേ, കാളിയമ്മേ, നെഞ്ചിൽ നിറഞ്ഞ ദുഃഖമാറ്റിടേനേ, കൊടുങ്കാളിയമ്മേ, തിരുമുമ്പിൽ ഇറക്കി വെച്ചു കുമ്പിടുന്നേ, കാളിയമ്മേ, ചെമ്മാനം നൽകി നല്ല പട്ടുചേല, കൊടുങ്കാളിയമ്മേ, ലോകമമ്മാനമാടിടുന്ന നിന്റെ ലീല, കാളിയമ്മേ, ആനന്ദമല തല്ലും കാവിലമ്മേ, ചിലമ്പണിഞ്ഞ കാളിയമ്മേ, കൊടുങ്കാളിയമ്മേ, കയ്യിൽ ശിരസ്സുമായി വാഴുമമ്മേ, അമ്മേ കാളിയമ്മേ. മധുരാപുരം എരിച്ച കാളിയമ്മേ, കൊടുങ്കാളിയമ്മേ, എൻ മനതാരിൽ വന്നു നീ വിളങ്ങിടേനേ, കാളിയമ്മേ, മണ്ണിൽ ഇറങ്ങി വന്ന പുണ്യമമ്മേ,
ആരാണ്? ഈ ദേവാലയത്തിൽ അങ്ങേപ്പോലെ ഒരാളെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എവിടെ നിന്ന് വരുന്നു? നമസ്കാരം ഫാദർ. ഞാൻ ഇത് ക്യാപ്റ്റൻ ഡിലനോയ് തന്നുവിട്ടതാണ്. നീലകണ്ഠം പിള്ള അല്ലേ? അതെ ഫാദർ. താങ്കൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന വഴി എത്രമാത്രം കല്ലുമുള്ളും നിറഞ്ഞതാണ് എന്ന് അറിയുമോ? എനിക്കറിയാം ഫാദർ. പക്ഷേ എൻ്റെ തീരുമാനം ആ വഴിയിലൂടെ നടക്കുക എന്നത് തന്നെയാണ്. താങ്കൾ ഒരു ക്രിസ്ത്യാനിയാവുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമാണുള്ളത്. പക്ഷേ നിങ്ങളുടെ കുടുംബം, കൊട്ടാരത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം, അവിടുത്തെ ഉദ്യോഗം, എന്തിന് ഇതറിയുന്ന രാജാവ് പോലും നിങ്ങളെ കൊല്ലാൻ മടിച്ചൊന്നും വരില്ല. എല്ലാം നഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം ഫാദർ. നഷ്ടപ്പെടട്ടെ. പക്ഷേ എനിക്കെന്റെ യേശുവിനെ ലഭിക്കില്ലേ? ആ ദൈവപുത്രന്റെ കൈകളിൽ നിന്നും ആർക്കെന്നെ പിഴുതെറിയാൻ കഴിയും? ആർക്കും അതിന് കഴിയില്ല. അവന്റെ അരികിലെത്തുക, അവനോട് ചേർന്നിരിക്കുക, അതാണ് എന്റെ ലക്ഷ്യം. എന്നാൽ അതിനു വേണ്ടുന്ന മാർഗം അത് അങ്ങയുടെ കൈകളിലാണുള്ളത്. മനസ്സറിഞ്ഞ് അങ്ങത് ചെയ്തു തരിക. അങ്ങയുടെ ഉറച്ച തീരുമാനം ഞാൻ മനസ്സിലാക്കുന്നു. ക്രിസ്തുവിനെയും ക്രിസ്തു സഭയെയും കുറിച്ച് അങ്ങ് ഇനിയും കൂടുതലായി അറിയുവാനുണ്ട്. കുറച്ച് ദിവസങ്ങൾ അങ്ങ് ഈ ദേവാലയത്തിൽ കഴിയണം. അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ നിറവോടെ അങ്ങേക്ക് ഇവിടുന്ന് യാത്രയാകാം. വളരെ സന്തോഷം ഫാദർ. ദേശത്തിൻ മുള്ളുകൾക്കിടയിൽ വേദനയിൽ ഞാൻ പിടഞ്ഞു. പരിഹാസവാക്കിൻ നടുവിൽ ഇടനെഞ്ചു നീറിക്കരഞ്ഞു. ആ നേരമെൻ മുൻപിൽ തെളിഞ്ഞു ക്രൂശിതമാം ദിവ്യരൂപം. ആശ്വാസത്തോടെ ഞാൻ നുകർന്നു ആ ദിവ്യനാഥന്റെ സ്നേഹം. ആ ദിവ്യനാഥന്റെ സ്നേഹം. മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളെൻ മുഖത്തെങ്ങും തിങ്ങുന്ന നൊമ്പരമേകി. നീ ഇന്നു മുതൽ ലാസർ എന്നർത്ഥം വരുന്ന ദൈവസഹായം പിള്ളയാണ്. അങ്ങ് ഒന്നും അറിഞ്ഞില്ല എന്നതാണോ സത്യം? അതോ ഒന്നും അറിയാത്തതുപോലെ ഞങ്ങൾക്ക് മുന്നിൽ നടിക്കുകയാണോ? കാര്യം എന്താണെങ്കിൽ അത് മനസ്സിലിട്ടുരുട്ടാതെ തുറന്നു പറയ തിരുമേനി. നീലകണ്ഠൻ മതം മാറിയിരിക്കണോ? അതും ഒരു ക്രിസ്ത്യാനി. എന്ത് അസംബന്ധമാണ് അയാൾ കാണിച്ചത്? അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ തൊടിയിലും കവലയിലും ആലിൻ ചുവട്ടിലും എല്ലാം അവരുടെ ദൈവമാണ് വലുത് എന്ന് പറഞ്ഞ് വരുത്തുന്നുണ്ട്. നമ്മുടെ മതത്തിൽ ജനിച്ചു വളർന്ന് ഇപ്പോൾ മറ്റൊരു മതക്കാരനായി ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പലരും അവനെ വിശ്വസിച്ചു പോകും. മാത്രമല്ല, ഇങ്ങനെ പോയാൽ പലരും അവന്റെ വഴി തന്നെ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് കീഴെ എങ്ങും ജനങ്ങൾ അടിമകളാണ്. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ് അവർ. ജനങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചാൽ നമ്മുടെ പല മേൽക്കോയ്മകളും അവർക്ക് ബാധകമല്ലാതായിത്തീരും. ഓ, എല്ലാവരും അനുഭവിച്ചോ? ഈശ്വരഭക്തനും ബുദ്ധിമാനുമായ എൻ്റെ മകനിവിടെയുള്ളപ്പോൾ
ആ നീലകണ്ഠനെ കൊട്ടാരത്തിൽ കയറ്റിയിരുത്തിയതല്ലേ? നിങ്ങൾ അനുഭവിച്ചോ? അതിപ്പോ നമുക്ക് മുൻപേ അറിയുമോ ഈ നീലകണ്ഠൻ ഇത്രയും വലിയ ചതിനാകുമെന്ന്? പിന്നെ മറ്ററിവുകളിൽ കാളിദാസനേക്കാൾ കേമനായിരുന്നുവല്ലോ നീലകണ്ഠൻ. ഓ, കേമൻ. ഇപ്പോൾ എന്തായി ആ കേമൻ? നാളെ നിങ്ങളെ കൊണ്ട് കോമരം തുള്ളിക്കും, കണ്ടോ? മതി, നിർത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരിയിട്ട് ഇനി എന്തു പ്രയോജനം? ഇപ്പോൾ തന്നെ മഹാരാജാവിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. പറങ്കികളുടെ പുതിയ യുദ്ധതന്ത്രമാണിത്, മതം മാറ്റം. അത് വെച്ച് പൊറുപ്പിക്കാൻ പാടുള്ളതല്ല, മുളകിൽ തന്നെ നുള്ളി കത്തിക്കണം. എന്റെ ദൈവമേ, നീ അറിയുന്നുവല്ലോ ഞാൻ പോകുന്ന വഴിയും എൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം നിന്നിലൂടെയാണ്. തൊടിയിലെ പണിക്കാരിയായ കാർത്യാനിയുടെ കുടുംബം യേശുവിൻ്റെ നിത്യജീവൻ അറിയുവാൻ കൊതിക്കുകയാണ്. ബലവാനെ, നിന്നെക്കുറിച്ച് എന്നിലൂടെ അവർ അറിയുന്നു. ഇനിയും അനേകർക്കിടയിൽ ഞാൻ യേശുവിനെ അറിയിക്കും. ദൈവമേ, എൻ്റെ കൂടെ ഉണ്ടാകണമേ. അമ്മേ, മാതാവേ, അങ്ങയുടെ മകൻ വഴി സർവരെയും അനുഗ്രഹിക്കണമേ. നീലകണ്ഠ, നീ എന്താ ഈ കാണിക്കുന്നത്? നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് ഭ്രാന്തായോ? കുലം മുടിപ്പിക്കാനാണോടാ നീ എന്റെ വയറ്റിൽ വന്ന് പിറന്നത്? അന്ധവിശ്വാസം നാശത്തിലേക്കാണ്. നീ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ചെയ്തു കൂട്ടുന്ന ഈ തെറ്റുകൾക്ക് പ്രതിവിധി ലഭിക്കാൻ ഏതൊക്കെ പൂജ ഞാൻ നടത്തണം എന്റെ ദേവി? എല്ലാം നശിക്കുകയാണല്ലോ. നീ ഇതിന് അനുഭവിക്കും നീലകണ്ഠ. അമ്മാവ, പൂജ ചെയ്ത് ഈ തറവാട് ഇത്രത്തോളം മുടിപ്പിച്ചിട്ടും അങ്ങേക്ക് മതിയായില്ല അല്ലേ? തലയിൽ വിഡ്ഢിത്തരം മാത്രം പഠിച്ചു വെച്ച് അതുമാത്രമാണ് ശരിയെന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങളെ തിരുത്താൻ എനിക്കെന്നല്ല, ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. കുറച്ചു നാൾ കഴിഞ്ഞാൽ അമ്മാവനും ഒരു ദൈവമായി മാറാൻ സാധ്യതയുണ്ട്. ആൾ ദൈവം. എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടരുത്. ലാസർ എന്ന ദൈവസഹായം, അതാണ് എൻ്റെ പുതിയ പേര്. പഴയ അന്ധവിശ്വാസിയായിരുന്ന നീലകണ്ഠൻ പിള്ള മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ക്ഷമിക്കണം, അങ്ങയെ ബന്ധിച്ചു കൊണ്ടുവരുവാൻ ഉത്തരവുണ്ട്. അതിനെന്താ, ഞാൻ വരുമല്ലോ. പക്ഷേ എന്തിനാണ് കൊടും കുറ്റവാളികളെ ബന്ധിക്കുന്ന ഈ ചങ്ങലകൾ കൊണ്ടുവന്നിരിക്കുന്നത്? രാജകൽപ്പനയാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ശരി സുഹൃത്തുക്കളെ, കൽപ്പന നടപ്പിലാക്കൂ. ഞാൻ പോവേ. കരയരുത്. ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കൂ. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഇനി എന്തൊക്കെ ഞാൻ കാണണം? എന്റെ ദേവി, അമ്മേ. ചഷകം പുണരും കാട്ടും നൃത്തവും പകലുകൾ രാത്രികൾ പരിചുര ചുറ്റും പല സഖീമാ പട്ടുടയാടകൾ
പട്ടുടയാടുകൾ പലവൊരു ജാതി പാരം വിസ്മയപൂരം പാലൊളി വീശും കോമള രൂപം പതയും ചഷകം പുണരും പാട്ടും നൃത്തവും പകലുകൾ രാത്രികൾ പരിചുടു ചുറ്റും പല സഖീമാ പല സഖീമാ പല സഖീമാ ചഷകം പുണരും പാട്ടും നൃത്തവും പകലുകൾ രാത്രികൾ പരിചുടു ചുറ്റും പല സഖീമാ പല സഖീമാ പട്ടുടയാടുകൾ പലവൊരു ജാതി പാരം വിസ്മയപൂരം പാലൊളി വീശും കോമള രൂപം പതയും ചഷകം പുണരും പാട്ടും നൃത്തവും പകലുകൾ രാത്രികൾ പരിചുടു ചുറ്റും പല സഖീമാ പല സഖീമാ പല സഖീമാ. തമ്പുരാനെ, നീലകണ്ഠൻ പിള്ളയെ പടയാളികൾ കൊട്ടാരത്തിലെത്തിച്ചിട്ടുണ്ട്. അങ്ങ് വിളിപ്പിക്കാൻ ഉത്തരവിട്ടാൽ വധശിക്ഷയേക്കാൾ കുറഞ്ഞതൊന്നും അങ്ങ് ഉത്തരവിടില്ല എന്നാണ് ഞങ്ങളുടെ സമുദായം വിചാരിക്കുന്നത്. പ്രിയരെ, ഗുരുക്കന്മാരെ, കുറച്ചു സമയം നീലകണ്ഠന് കൊടുക്കണം. ചിലപ്പോൾ മനസ്സു മാറിയാലോ. നല്ല അറിവും പരിജ്ഞാനവും അതിലേറെ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളാണ് നീലകണ്ഠൻ. നമ്മുടെ ദൈവങ്ങളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്ത് ഏതോ ഒരു വെള്ളക്കാരനായ മനുഷ്യനെ ദൈവമായി കണ്ട് അതാണ് വലിയ സംഭവം എന്ന് പറഞ്ഞു നടക്കുന്ന അവനെ ഒരു ശിക്ഷയും കൊടുക്കണ്ട എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? ഹേയ്, ഒരിക്കലുമല്ല. ഓരോ ശിക്ഷകൾ കൊടുത്ത് കൊടുത്ത് മനസ്സ് മാറ്റിയെടുക്കണം. ശരീരത്തിലൂടെ ജീവനിലേക്ക് തൊടുന്ന ഓരോ വേദനയും സഹിക്കാൻ കഴിയാതെ അലമുറയിട്ട് നീലകണ്ഠൻ നമ്മുടെ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ദൈവത്തിന്റെ പേരിൽ ജീവിതം കളയാൻ മാത്രം വിഡ്ഢിയാണോ നീലകണ്ഠൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവനിൽ കൊതിയില്ലാത്തവർ ആരാണുള്ളത്? അതുകൊണ്ട് ഞാൻ ഉത്തരവിടുന്നു, നീലകണ്ഠനെ ക്രൂരമായി മർദ്ദിക്കുക, മനസ്സു മാറ്റാൻ പരിശ്രമിക്കുക. സഭ പിരിയുകയാണ്. എല്ലാവർക്കും പോകാം. നീലകണ്ഠ, നിന്നെ ഇങ്ങനെയൊരു അവസ്ഥയിൽ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതിലും വലുതായ മർദ്ദനങ്ങളിലേക്കാണ് നീലകണ്ഠൻ പോകാൻ ഒരുങ്ങുന്നത്. നിന്റെ അന്ധവിശ്വാസങ്ങൾ മനസ്സിൽ നിന്നും പിഴുതെറിഞ്ഞ് നീ ഞങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഞങ്ങളുടെ പ്രതീക്ഷ. നിന്നെ കാത്തിരിക്കുന്നത് വലിയ വലിയ ബഹുമതികളാണ് നീലകണ്ഠ. നമ്മുടെ ഈശ്വരന്മാരെക്കാൾ വലുതായി ഒന്നുമില്ല ഈ ഭൂമിയിലെന്ന് നീ അങ്ങ് ഉറക്കെ പറ. നിങ്ങൾ എന്തിനാണ് വിഡ്ഢിത്തരം വിളിച്ചോതാൻ ഇവിടെ വന്നു നിൽക്കുന്നത്? എന്റെ വിശ്വാസം എന്നെ പൊറുപ്പിക്കട്ടെ. നിങ്ങൾ തരുന്ന മർദ്ദനത്തെക്കാൾ ക്രൂരമാണ് നിങ്ങൾ എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നത്. സമയം കളയാതെ നിങ്ങൾ പോകൂ.
മേലാധികാരികളുടെ മുമ്പിൽ ചെന്ന് പറയൂ. എന്റെ ദൈവം ക്രിസ്തുവാണ്. അവൻ എന്റെ കൂടെയുണ്ട്. ഞാൻ തളരില്ല. ഞാൻ തളരില്ല. കാൽവരി മലയിൽ യേശുവോടൊപ്പം കണ്ണീർ ചിന്തി കരഞ്ഞൊരെന്നമ്മേ, ചാട്ടവാറടിയേറ്റു പിടയുന്ന യേശുവിൻ ഹൃദയം അറിഞ്ഞോരെന്നമ്മേ, നിനക്കു മാത്രം അറിയാമെന്നുള്ളം, നിനക്കു മാത്രം അറിയാമെന്നുള്ളം, നീറി പുകയുന്ന എന്നൊമ്പരം, നീറി പുകയുന്ന എന്നൊമ്പരം, വരുമോ നീ എന്നമ്മേ, കണ്ണീർ തുടയ്ക്കാൻ നീ വരുമോ, വരുമോ നീ എന്നമ്മേ, കണ്ണീർ തുടയ്ക്കാൻ നീ വരുമോ. എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ആ മനുഷ്യനിൽ ഒരു ദൈവിക ശക്തിയുണ്ട്. ഉണങ്ങിയ ആ വേപ്പിൻമരം തളർത്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ശരിയാണ്. ആ മരം വെട്ടിക്കളയാൻ ഞാൻ തീരുമാനമെടുത്തതായിരുന്നു. പക്ഷേ നീ പറയുന്ന ദൈവികമായ ശക്തി അയാളിലുണ്ടായിരുന്നെങ്കിൽ ആ പടയാളികളെയും നമ്മളെയും എല്ലാം കൊന്നുകളഞ്ഞ് അയാൾ രക്ഷപ്പെടുമായിരുന്നില്ലേ? എന്തിനെ രാജാവിനെ വരെ തോൽപ്പിച്ച് സിംഹാസനത്തിൽ കയറി ഇരിക്കാമായിരുന്നല്ലോ. അതൊന്നും എനിക്കറിയില്ല. അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തോ എൻ്റെ മനസ്സ് പറഞ്ഞു, മക്കളില്ലാത്ത നമുക്ക് ഒരു കുഞ്ഞുണ്ടാകുമെന്ന്. എപ്പോഴും എനിക്ക് ഒരു ചിന്തയേ ഉള്ളൂ, നമുക്ക് കുഞ്ഞുങ്ങൾ വിധിച്ചിട്ടില്ല. അങ്ങനെ നീ നിന്റെ മനസ്സിനെ പറഞ്ഞുറപ്പിക്കുക ജാനകി. മഹാരാജാവിൻ്റെ ഒരു ഉത്തരവ് മാത്രം ലഭിച്ചാൽ മതി. നിനക്കറിയോ, അയാളുടെ തല വെട്ടുവാൻ എൻ്റെ കൈ തരിച്ചു നിൽക്കുകയാണ്. അമ്മേ! അയ്യോ ജാനകി, ജാനകി! അമ്മേ, അമ്മേ, ഓടി വരും അമ്മേ! എന്റെ ജാനകി, ജാനകി! അമ്മേ, അമ്മേ, ജാനകിക്ക് എന്താ അമ്മേ? ജാനകി, ജാനകി! എന്നെ അമ്മൂമ്മേന്ന് വിളിക്കാൻ ഒരു കുഞ്ഞുമോൻ വരുന്നടാ. എനിക്ക് അങ്ങയെ കൊല്ലാൻ കഴിയില്ല. അങ്ങിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇപ്പോ ഞാൻ തിരിച്ചറിഞ്ഞു. ഞാനൊരു കുഞ്ഞിന്റെ അച്ഛനാകാൻ പോകുന്നു. നന്ദി, നന്ദി ദൈവമേ, നന്ദി.
എന്റെ പരിപാലകൻ തെല്ലും ഉറങ്ങുകില്ല. ദൈവമെന്റെ കൂടെയുള്ളപ്പോൾ എന്തിനേറെ ഭയം നീടണം. നൊന്തു നീറി കരഞ്ഞിടണം. എന്റെ ഇടയൻ എന്നെ നടത്തും. എന്റെ ഉള്ളം കലങ്ങുകില്ല. നീലകണ്ഠൻ പിള്ള വളരെ സത്യസന്ധനും ചെയ്യുന്ന ജോലിയിൽ കൂറും നിറവും ഉള്ളവനായിരുന്നു. പക്ഷേ ഈശ്വരവിശ്വാസത്തിൻ്റെ പേരിൽ അയാൾ എന്നെയും നിങ്ങളെയും ഈ രാജ്യത്തെ തന്നെയും തള്ളിപ്പറയുകയും ചതിക്കുകയും ചെയ്തു. ഇനി അതെല്ലാം പറഞ്ഞിട്ടെന്ത് കാര്യം? നമ്മുടെ രാജ്യത്തിന് പുതിയൊരു കണക്ക് പിള്ള ആവശ്യമാണ്. അതുകൊണ്ട് തിരുവിതാംകൂർ ദേശത്തിൻ്റെ പുതിയ കണക്ക് പിള്ളയായി അനന്തൻ നമ്പൂതിരിപ്പാടിൻ്റെ അരുമ സന്താനമായ കാളിദാസൻ നമ്പൂതിരിയെ നോം ആ സ്ഥാനം വഹിക്കുവാൻ ചുമതലപ്പെടുത്തുന്നു. നൃത്തഗീതികളെന്നും ഉണരുന്ന വേദിയിൽ കൃഷ്ണമിഴി കളിതാതിടു നീ വിസ്മയത്തെ. കഞ്ചുകമിളകുന്ന ലാസ്യ നടനം കാണാൻ വിശ്വദിക്കുകളിതാ എൻ മുന്നിൽ അണയുന്നീ. പ്രഭയോലും എൻ മണി മറുമാറിൽ മധുപന്മാരിവരോ ഒളിയമ്പെറിയുന്നേ. എൻ വശ്യകാന്തിതൻ അറുതൻ നുകർന്നിടാൻ ഈ വെള്ളി ഉടലിൽ മേൽ വലം വെച്ചു ശലഭങ്ങൾ. നൃത്തഗീതികളെന്നും ഉണരുന്ന വേദിയിൽ കൃഷ്ണമിഴികളിതാതിടു നീ വിസ്മയത്തെ. കഞ്ചുകമിളകുന്ന ലാസ്യ നടനം കാണാൻ വിശ്വദിക്കുകളിതാ എൻ മുന്നിൽ അണയുന്നേ. എന്റെ ജീവിതത്തിൽ വളരെ സന്തോഷമാർന്നൊരു ദിവസമാണിന്ന്. ഞാൻ സ്വപ്നം കണ്ട ഉദ്യോഗം എനിക്ക് ലഭിച്ചിരിക്കുന്നു. പക്ഷേ മഹാരാജൻ, നോം അറിഞ്ഞൊരു വാർത്ത ഇവിടെ അങ്ങേക്ക് മുമ്പിൽ പറയാതിരിക്കാൻ വയ്യ. പറയൂ, എന്താണത്? മഹാരാജാവേ, ക്രൂരമായ മർദ്ദനങ്ങൾ നൽകി ഒരു തരി ഭക്ഷണം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ട് ശരീരത്തിന് ശക്തമായ വേദനകൾ നൽകി മനസ്സുമാറ്റി അങ്ങ് തിരികെ കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചിരുന്ന ആ നീലകണ്ഠൻ ഇന്ന് ജനങ്ങൾക്കിടയിൽ രാജാവായി വാഴുകയാണ്. അവനെ കൊണ്ടു നടക്കുന്ന ഭടന്മാർ പോലും ക്രിസ്ത്യാനികളായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങ് അവന്റെ തലവെട്ടുവാൻ ഏൽപ്പിച്ച ആരാച്ചാർക്ക് നീലകണ്ഠന്റെ പ്രാർത്ഥനയാൽ ഒരു കുഞ്ഞ് ലഭിച്ചു അത്രേ.
അവരും ക്രിസ്ത്യാനികളായി എന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 2000-ൽ പരം ജനങ്ങൾ അവനിലൂടെ ക്രിസ്തുമതം സ്വീകരിച്ചു. ഇങ്ങനെ പോയാൽ നമ്മുടെ രാജ്യത്ത് ഇനി എന്ത് സംഭവിക്കുമെന്ന് അങ്ങേക്ക് ഊഹിക്കാവുന്നതാണ്. ഇനിയും അവൻ വളർന്നാൽ ഈ രാജ്യം മുഴുവൻ അന്ധവിശ്വാസത്താൽ നിറയും. നീലകണ്ഠൻ പിള്ളയെ പേരുവിള ആരാച്ചാരുടെ പക്കൽ നിന്നും ആരാൻ വായ്മൊഴിക്കോട്ടയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും ജനുവരി 14-ന് കാറ്റാടി മലയിൽ വെച്ച് വെടിവെച്ചു കൊല്ലുവാനും ഇതാ ഞാൻ ഉത്തരവിടുന്നു. നീലകണ്ഠ, നിന്റെ ഗുരുവിനെ നീ മറന്നു കാണില്ല. നിനക്ക് അറിവുകൾ ഓതിത്തന്ന ഈ മഹത് വ്യക്തി ഇപ്പോൾ നിന്നെ ഒന്ന് കാണാൻ, നിന്നോട് സംസാരിക്കാൻ, നിന്റെ അറിവില്ലായ്മകൾ നികത്താൻ നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരവസാന ശ്രമം അത്രയേ ഉള്ളൂ. നിന്റെ മനസ്സ് മാറും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. അതല്ല, നിനക്ക് മാറ്റമില്ലെങ്കിൽ നാളെ കാറ്റാടി മലയിൽ വെച്ച് നീ വധിക്കപ്പെടും. രാജകൽപ്പനയാണ്. മകനെ നീല, എന്റെ പഴയ നീലകണ്ഠൻ തന്നെയാണോ ഇത്? ഞാൻ എന്താണ് ഈ കാണുന്നത്? എനിക്കിത് സഹിക്കുന്നില്ല. നീല, വെറും അന്ധവിശ്വാസത്തിന്റെ പേരിൽ നീ ചെയ്തു കൂട്ടുന്നത് എത്രയോ വലിയ തെറ്റാണെന്ന് നീ അറിയുന്നുണ്ടോ? വരും തലമുറകൾ പോലും നീ ഒരു വിഡ്ഢിയായിരുന്നുവെന്ന് പറയും. ഒരു യുദ്ധത്തിൽ മരിച്ചിരുന്നുവെങ്കിൽ അത് അഭിമാനം. ഇപ്പോൾ നീ വഹിക്കാൻ പോകുന്നത് വെറും ഭീരുവിന്റെ മരണം. നീലകണ്ഠ, ജീവിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനം. മരിച്ചതിന് ശേഷം നീ എന്ത് നേടും? സ്വയം വിഷമായി നീ മരിക്കരുതേ നീല. നിന്റെ എല്ലാ തീരുമാനങ്ങളും വലിച്ചെറിഞ്ഞ് എന്റെ പഴയ നീലകണ്ഠനായി വരും മോനെ. ഗുരുവേ, അവസാനമായി അങ്ങേ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. പക്ഷെ സത്യദൈവത്തെ കുറിച്ചുള്ള അറിവ് അങ്ങേക്കില്ലാത്തതിൽ ഞാൻ അതിയായ ദുഃഖിതനാണ്. മനുഷ്യനായി ഭൂമിയിൽ പിറന്നവർ എല്ലാം ഒരിക്കൽ മരിക്കും ഗുരുവേ. എന്നാൽ എന്റെ ദൈവത്തെ രുചിച്ചറിഞ്ഞവർ ഒരിക്കലും മരിക്കുകയില്ല. എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുന്നിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ എത്തിച്ചേരും. പ്രിയ ഗുരുനാഥ, എനിക്ക് അങ്ങയോട് പറയുവാൻ ഒന്നും മാത്രം ബാക്കി. അങ്ങ് യേശുവിനെ അറിയുക, യേശുവിലേക്ക് വരിക. നമുക്ക് പോകാം. ഇവന്റെ വാക്കുകളിൽ മനുഷ്യനെ മയക്കുന്ന കൊടിയ വിഷമുണ്ട്. ഇനി ഇവിടെ നിന്നാൽ ഇവൻ നമ്മളെയും ക്രിസ്ത്യാനികളാക്കും. പോകാം. മൈ ഫ്രണ്ട്, ഈ കാഴ്ച എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങേക്ക് ഇതെല്ലാം സംഭവിച്ചത് ഞാൻ മൂലമാണ് എന്നോർക്കുമ്പോൾ എന്റെ നെഞ്ചു പിങ്ങിപ്പൊട്ടുകയാണ്. സുഹൃത്തെ, ഇങ്ങടുത്തു വരൂ. എന്റെ ദൈവത്തെ എനിക്ക് കാണിച്ചു തന്നതിന് സമ്മാനമായി അങ്ങേക്ക് തരുവാൻ ഈ സ്നേഹചുംബനം മാത്രമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്,
ദൈവസഹായം. മരുതുംകുളങ്ങര തറവാട്ടിലെ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെയും ദേവിക തമ്പുരാട്ടിയുടെയും മകനായ നീലകണ്ഠൻ പിള്ള എന്ന ഇയാൾ മതം മാറി ഒരു ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയും തുടർന്ന് 2000-ൽ പരം ജനങ്ങളെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയെന്നും തെളിഞ്ഞിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഈശ്വര വിശ്വാസം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു വരുത്താൻ ശ്രമിക്കുകയും മായാജാല മന്ത്രങ്ങൾ കൊണ്ട് പല അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതിന്റെ പേരിലും മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെയും സഭാ അംഗങ്ങളുടെയും ഉത്തരവുകൾ ധിക്കരിച്ചതിന്റെയും പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ദേവസഹായ പിള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന നീലകണ്ഠൻ പിള്ളയെ കാറ്റാടിമലയിൽ വെച്ച് വെടിവെച്ചു കൊല്ലുവാൻ മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്നു. ആയതിനാൽ ക്യാപ്റ്റൻ ഡിൽനോയുടെ അസാന്നിധ്യത്തിൽ നിയുക്തഭടന്മാരായ 3 പേർ ആ കർത്തവ്യം ഇപ്പോൾ ഇവിടെ നിർവഹിക്കുന്നു. അവസാനമായി ചോദിക്കുകയാണ്, നീലകണ്ഠ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ ദൈവമേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് പൊറുക്കണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മനസാക്ഷി തൊട്ടു തീണ്ടാത്ത ദ്രോഹികൾ ഒരു പാവം മനുഷ്യനെ കൊന്നുകളഞ്ഞിരിക്കുന്നു. പ്രിയരെ, ചോര വാർന്നുകൊണ്ടിരിക്കുന്ന ഈ അസ്ഥികൾ കൈകളിലെടുക്കുന്ന നിങ്ങൾ പോലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഒരിക്കൽ ഈ രാജ്യം തന്നെ ഈ രക്തസാക്ഷിയുടെ പേരിൽ അറിയപ്പെടും. നമുക്കിത് കൊണ്ടുപോയി ദേവാലയത്തിൽ അടക്കം ചെയ്യണം. സ്വർഗത്തിൽ അനേകം വിശുദ്ധർക്കിടയിൽ വാടാത്തൊരു പൂവ് കൂടി ഇന്ന് വിരിഞ്ഞിരിക്കുന്നു. പിള്ള, ദേവസഹായം പിള്ള. ദേവസഹായ പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതിൽ കൃതജ്ഞത അർപ്പിച്ച് കാറ്റാടിമലയിൽ ഇന്ന് വിശ്വാസ സംഗമം. വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിയും മലയാളിയുമായ ദേവസഹായം പിള്ളയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ വത്തിക്കാൻ തീരുമാനം. ദേവസഹായത്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതം മാർപ്പാപ്പ അംഗീകരിച്ചു. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന കോട്ടാറിൽ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദേവസഹായം ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിച്ചതിനാണ് വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കുകയാണ് നാഗർകോവിലിനടുത്തുള്ള കാറ്റാടിമല ഗ്രാമം. தேவசகாயத்திற்கு புனிதர் பட்டம் வழங்கியதற்கு நன்றி தெரிவிக்கும் விழா ஆரல்வாய் மொழியில் நடைபெற்று வருகிறது. கூடுதல் தகவல்களை நமது செய்தியாளர் ஐயப்பனிடம் கேட்கலாம். ஐயப்பன், விவரம் என்ன? கன்னியாகுமரி மாவட்டம் நத்தாரத்தில் பிறந்த தேவசகாயம் திருவிதாங்கூர் கொச்சி அரசின் போர்ட் தளபதிகளில் ஒருவராக பணிபுரிந்து வந்தார். വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയെ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ നടന്ന ദിവ്യബലി മധ്യയായിരുന്നു പ്രഖ്യാപനം. ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിയായ ദേവസഹായം പിള്ളയ്ക്കൊപ്പം മറ്റ് 9 പേരെയും മാർപ്പാപ്പ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തി. അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ച നാഗർകോവിലിനടുത്തുള്ള കാറ്റാടിമലയിലെയും ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെയും വിശ്വാസികൾ പുണ്യമുഹൂർത്തത്തിന് സാക്ഷിയായി.
സാന്ത്വനം വചനം തെളിയും വീഥികളിൽ ശാന്തി മാത്രം സൗഹൃദം ഈശോ നിറയും മനസ്സുകളിൽ സ്നേഹം മാത്രം സാന്ത്വനം വചനം തെളിയും വീഥികളിൽ ശാന്തി മാത്രം സൗഹൃദം രക്ഷകനായി ഞാൻ കൂടെയുണ്ട് ഭയമരുതേ ഇനിയൊരു നാളും വചനപാതയിൽ നീ നടന്നാൽ ഹൃദയനോവുകളിൽ മാഞ്ഞലിയും രക്ഷകനായി ഞാൻ കൂടെയുണ്ട് ഭയമരുതേ ഇനിയൊരു നാളും വചനപാതയിൽ നീ നടന്നാൽ ഹൃദയനോവുകളിൽ മാഞ്ഞലിയും ഈശോ നിറയും മനസ്സുകളിൽ സ്നേഹം മാത്രം സാന്ത്വനം വചനം തെളിയും വീഥികളിൽ ശാന്തി മാത്രം സൗഹൃദം ആന്തരിക മുറിവുണക്കാം ആത്മീയ സൗഖ്യമേകാം ആന്തരിക മുറിവുണക്കാം ആത്മീയ സൗഖ്യമേകാം ആത്മാവിൽ ആനന്ദിക്കാം അനുദിന ബലിയാകാം ആത്മാവിൽ ആനന്ദിക്കാം അനുദിന ബലിയാകാം രക്ഷകനായി ഞാൻ കൂടെയുണ്ട് ഭയമരുതേ ഇനിയൊരു നാളും വചനപാതയിൽ നീ നടന്നാൽ ഹൃദയനോവുകളിൽ മാഞ്ഞലിയും ഈശോ നിറയും മനസ്സുകളിൽ സ്നേഹം മാത്രം സാന്ത്വനം വചനം തെളിയും വീഥികളിൽ ശാന്തി മാത്രം സൗഹൃദം ദൈവജനമേ ഉണരൂ ദൈവാത്മാവാൽ നിറയൂ മാനസാന്തര ഫലമണിയും സമയം സമാഗതമായി ദൈവജനമേ ഉണരൂ ദൈവാത്മാവാൽ നിറയൂ മാനസാന്തര ഫലമണിയു സമയം സമാഗതമായി ഇതാണു സ്വീകാര്യ സമയം ഇതാണു രക്ഷകൻ ദിവസം സ്നേഹരക്ഷകനേശുവേ വിശ്വസിക്കൂ നിങ്ങൾ ഇതാണു സ്വീകാര്യ സമയം ഇതാണു രക്ഷകൻ ദിവസം സ്നേഹരക്ഷകനേശുവേ വിശ്വസിക്കൂ നിങ്ങൾ കാലത്തിൻ്റെ അടയാളങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ കർത്താവരുളും തിരുവചനങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ
കാലത്തിൻ്റെ അടയാളങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ? കർത്താവരുളും തിരുവചനങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ? സത്യം കൊണ്ടരമുറുക്കാം സന്മാർഗ്ഗനീതിയിലുണരാം ശാന്തിയരുളും സുവിശേഷത്തിൻ പാദരക്ഷകളണിയാം. ഇതാണു സ്വീകാര്യ സമയം, ഇതാണു രക്ഷകൻ ദിവസം. സ്നേഹരക്ഷകരേശുവേ വിശ്വസിക്കൂ നിങ്ങൾ. ഇതാണു സ്വീകാര്യ സമയം, ഇതാണു രക്ഷകൻ ദിവസം. സ്നേഹരക്ഷകരേശുവേ വിശ്വസിക്കൂ നിങ്ങൾ. ദൈവജനമേ ഉണരൂ, ദൈവാത്മാവാൽ നിറയൂ, മാനസാന്തര ഫലമണിയു സമയം സമാഗതമായി. ദൈവജനമേ ഉണരൂ, ദൈവാത്മാവാൽ നിറയൂ, മാനസാന്തര ഫലമണിയു സമയം സമാഗതമായി.